ഹായ് ഹലോ നമസ്കാരം. പെണ്ണും പൊറാട്ടും റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവനാണ് ഈ സിനിമയുടെ സംവിധാനം. പ്രൊഡ്യൂസറായിട്ടുള്ളത് സന്തോഷ് ടി കുരുവിള. രവിശങ്കർ കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെ എഴുതിയപ്പോൾ ഇതിൻ്റെ ചമ്മൻ ചാക്ക് നല്ല വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, ഡോൺ 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 വിൻസെൻറ്റ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഡോൺ വിൻസെൻറ്റ് നമ്മുടെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്നത്താൻ കേസ് കൂടി പോലുള്ള സിനിമകളിലൊക്കെ പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുള്ള ആളാണ്. പ്രൊഡ്യൂസറായിട്ടുള്ളത് സന്തോഷ് ടി കുരുവിള. ഇപ്പം നല്ലൊരു പണിയറിയുന്ന ആളുകൾ ഈ ഇങ്ങനെ ഒപ്പുണ്ട്. ഇയാൾ എളുപ്പമല്ല കേട്ടോ. രാജേഷ് മാധവൻ നല്ല ആക്ടറാണ്, നല്ല ഡ്രാമാർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പ്രകമ്പനം എന്നുള്ള സിനിമയിലെ പെർഫോമൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും നമ്മുടെ നിവിൻ പോളിയുടെ ഒരു പടം കനകം കാമിനി കലഹം, അല്ല മരണമാസ്, നല്ല ഒരുപാട് ക്യാരക്ടറൈസേഷൻ ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ട് ഒരാൾ സംവിധാനം ചെയ്യുമ്പോൾ ഇത്ര വൃത്തിക്ക് ചെയ്യാൻ പറ്റുമോ? ഈ സിനിമ എളുപ്പമല്ല. സിനിമ പക്ക ബ്ലാക്ക് ഹ്യൂമർ, ആക്ഷേപഹാസ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് പാലക്കാടിലെ ഒരു ഉൾഗ്രാമം പട്ടട എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അങ്ങനത്തെ ഒരു ഗ്രാമം അവിടെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പട്ടട എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ, അവർ ഭയങ്കര വയലൻസൊക്കെ ഉള്ള ആളുകളാണ്. അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മാഷ്, ഒരു വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള ഒരാൾ, അവരെ കൊണ്ട് ആയുധമെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു അഹിംസ എന്നുള്ളൊരു മോഡലിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ടൈറ്റിൽ കാണിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഈ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ ഒരു പുതിയ തലമുറയിലത്തെ ഒരു പയ്യൻ, അത് എനിക്ക് തോന്നുന്നു നമ്മളെ തലമുറയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ റൈറ്ററും ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഒരു പയ്യൻ വന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് അരയിൽ തിരുകും. പിന്നെയാണ് ഈ സിനിമയുടെ ഈ പടം സ്റ്റാർട്ടായി. പിന്നെ മുതൽ ഈ പടം ഫുൾ ഓണാണ്, ഫുൾ പവർ പടം, ഫുൾ ഓൺ. കാരണം അത് എത്രമാത്രം ആളുകൾക്ക് ഈ സിനിമയിലെ കോമഡികൾ ക്ലിക്കാവുന്നു മനസ്സിലാവുന്ന അറിയില്ല. ഓരോ ഡയലോഗുകൾക്കും ഭയങ്കരമായിട്ട് ആക്ഷേപഹാസ്യമായിട്ടുള്ള ഹ്യൂമറുകൾ ഈ സിനിമയിൽ പറയുന്ന. ഒരുപാട് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഒരുപാട് അത് പറയുന്ന രീതികളിൽ പാലക്കാട് ലാംഗ്വേജാണ് പിടിച്ചിരിക്കുന്നത്. അത് സാധാരണ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. പാലക്കാട് ഭാഷ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ രാജേഷ് മാധവനും അതുപോലെ തന്നെ നമ്മുടെ റൈന, ഈ രണ്ട് ആൾക്കാരൊഴികെ ബാക്കിയെല്ലാം പുതിയ ആളുകൾ, എല്ലാം പുതുമുഖങ്ങൾ. എത്ര ഭംഗിയായിട്ടെന്ന് ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു സിനിമയിൽ വന്ന അപ്പം തന്നെ ഒരു ഭാഷ കൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അവർ എവിടുത്തുകാരെന്ന് അറിയില്ല, ചിലപ്പോൾ വേറെ നാട്ടുകാരായിരിക്കാം. പക്ഷേ പാലക്കാട് ഭാഷ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റി. പിന്നെ പാലക്കാടുള്ള കുറച്ച് ആചാരങ്ങൾ, അവരുടെ ഇടയിലെ കുറച്ച് ആചാരങ്ങൾ, എനിക്ക് തോന്നുന്നു മറ്റേ ഈ തേയില സൽക്കാരം പോലുള്ള പരിപാടിയാണ് ഈ പണ്ടുണ്ടായിരുന്നതാണ് മലബാർ മേഖലയിൽ, പാലക്കാട് അടക്കം ഉള്ള മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നതാണ് ആദ്യകാലമൊക്കെ. കാരണം നമ്മൾ ജാതിയും മതവും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഒരു 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 ദേശത്ത് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നത് പൈസ ഇല്ലാത്ത വീട്ടുകാരൊക്കെ. ആ പരിപാടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഹ്യൂമറായി കാണിച്ചിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുമാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൊക്കെ എന്ത് രസം വരെ കാണാൻ. പുള്ളിക്കാരുടെ ഓരോ ഡയലോഗുകൾക്കും ഭയങ്കര രസം. ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പുരുഷാധിപത്യം എന്നുള്ള മോഡലിൽ വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് കാണാം. പിന്നെ ഒരു നായ, ടുട്ടു എന്ന് പറഞ്ഞൊരു നായനെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും രാജേഷിൻ്റെ മറ്റൊരു പൊളിറ്റിക്സാണ്. അത് ടോവിനോ തോമസ് ആണ് ഈ സിനിമയ്ക്ക് ആ ഒരു ക്യാരക്ടറിന്, ആ ഒരു ഡോഗിന് സൗണ്ട് കൊടുക്കുന്നത്. ഡോഗിൻ്റെ ഒക്കെ അഭിനയം കിട്ടിയില്ല. ക്ലൈമാക്സിലൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ വലിയൊരു ലെയറുള്ളൊരു പരിപാടി ഉണ്ടായാലും, ഒരു ഔട്ട്ഡോർ ഷോട്ടാണ്, പക്ഷേ അത് ഷൂട്ടാണ്, പക്ഷേ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർക്ക് കഴിയുള്ളൂ. രാജേഷ് മാധവൻ ഈസ് ബ്രില്യൻ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി, അപ്പോൾ അങ്ങനെ ഒരു സൽക്കാരം അതുപോലെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരുന്നതും പിന്നെ അവിടെ നടക്കുന്ന രീതികൾ, പിന്നെ അവർ തമ്മിലൊരു ഫൈറ്റ്. കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ആ സിനിമയിൽ അദ്ദേഹത്തിന് കല്യാണം കഴിക്കണ്ട, അദ്ദേഹത്തിന് പെണ്ണുങ്ങളായിട്ട് ശാരീരികപരമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കാമം, പ്രണയമില്ലേ, പ്രേമമില്ലേ, കാമം മാത്രം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ ആ ഒരു ക്യാരക്ടറിനെ, അതാണ് ആ ഒരു സിനിമ പറയുന്ന ഒരു ലെയർ അങ്ങനെയാണ്. ആ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ്. ഒരു പെൺകുട്ടികളെ ആ ഒരു വേവ് ലെങ്ത്തിൽ മാത്രം കാണുന്ന ഒരു തലമുറ. പിന്നെ ഒരു കൂട്ടുകാരൻ്റെ കാറ് കത്തിപ്പോവാണ്, നമ്മുടെ സുഹൃത്തിൻ്റെ. നമ്മൾ ആലോചിച്ച് നോക്കി, അത് കണ്ടിട്ട് നിന്ന് ചിരിക്കുക ആളുകൾ. വളരെ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് ഒരു സെക്കൻഡ് വണ്ടി എടുത്തിട്ട് അത് കത്തിപ്പോവാണ്. അത് കണ്ട ആൾക്കാർ ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞിരാമായണമൊക്കെ ഇല്ലേ, ഞാൻ അതിനെ കമ്പയർ ചെയ്യല്ല. കുഞ്ഞിരാമായണം ഒരു മണ്ടന്മാര ലോകമാണല്ലോ, ഇത് വേറെ കുറച്ച് മണ്ടന്മാര ലോകം. പക്ഷേ ഇത് കുറച്ചുകൂടിയും ഫണ്ണായിട്ടും കുറച്ചുകൂടിയും പൊളിറ്റിക്കലി ഗംഭീരമായിട്ടാണ് രാജേഷ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ആനിമൽസിനോട് പുരുഷന്മാരുടെ ഒരു ഇത്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഉപജീവന മാർഗത്തിനായിട്ട് ഇപ്പോൾ കോഴി വളർത്തുന്ന ആളുകൾ, താറാവ് വളർത്തുന്ന ആളുകൾ, പശു വളർത്തുന്ന ആളുകൾ, ആടിനെ മേയ്ക്കുന്ന ആളുകൾ,
നായെ വീട്ടിൽ വളർത്തുന്ന ആളുകൾ, അങ്ങനെ കുറച്ച് ഒരു ആൾക്കാർ, അവർ ഈ വളർത്തുന്ന ഈ മൃഗങ്ങളോട് തന്നെ അവർ അവസാനം കാണിക്കുന്ന പരിപാടികളാണ്. പ്രത്യേകിച്ച് ചാണകം കൈകൊണ്ട് എടുത്തിട്ട് നേരെ താറാവിൻ്റെ മേത്ത് തേക്കുന്ന ഒരു സീൻ അതിലുണ്ട്. അതുപോലെ നായനെ ഒരുപാട് ഉപദ്രവിക്കുന്ന സീൻ, പേ പിടിച്ചെന്ന് പറഞ്ഞ നായനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന, TVSൻ്റെ ബൈക്ക് കൊണ്ടൊക്കെ ചാടിയിട്ട് അതിനെ ഷൂട്ട് ചെയ്യുന്ന, അതിനെയൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്ന, വെടിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, കോഴികളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ചെറിയ ചെറിയ പയ്യന്മാർ. അപ്പോൾ ഇത് രാജേഷത്തിൽ കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്സ് ഭയങ്കര രസമുള്ള പൊളിറ്റിക്സാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴല്ല, ഇനി കുറേ കാലം കഴിഞ്ഞാലും ഈ സിനിമ കാണുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവും. കാരണം അങ്ങനെ പുള്ളിക്കാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് കാണാൻ ആളുകളൊന്നുമില്ല, വളരെ കുറച്ച് ആളുകളാണ് സിനിമയ്ക്കുള്ളത്. വലിയ ഹൈപ്പില്ലാത്ത പടമാണ്, പ്രത്യേകിച്ച് ആരും, പക്ഷേ നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെല്ലാം തന്നെ, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവരും നല്ല സ്കിഡിലിനായി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്ത ആളൊക്കെ നന്നായി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ചമ്മൻ ചാക്കയുടെ എഡിറ്റിംഗ് സൂപ്പർ, DOP വർക്ക് എല്ലാം നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഗംഭീര പണിയെടുത്തിട്ടുണ്ട്. രാജേഷ് മാധവ് ഇതിൽ ഒരു അപ്പിയറൻസ് വരുന്നുണ്ട് ക്ലൈമാക്സിലൊക്കെ, അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലാൻഡ്സ്കേപ്പ് ഷോട്ടുകളൊക്കെ ഭയങ്കര രസമാണ് ഈ പടം. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം തിയേറ്ററിൽ പോയിട്ട്. താങ്ക് യു.